നമ്മൾ ഭൂമിയിലുള്ള ഏതൊരു എലമെൻറ്റ് നോക്കിയാൽ മനസ്സിലാകും അത് വളരെ അന്യൂന്യമാണ്. എന്ന് പറഞ്ഞാൽ ന്യൂനതകളില്ലാത്ത ഒരു സംഗതിയാണ് പ്രകൃതിയിലുള്ള മുഴുവൻ സാധനങ്ങളും. നമ്മൾ നോക്കിയ ഒരു ഇല നോക്കിയാൽ, അതിൻ്റെ ഘടന നോക്കിയാൽ, ഒരു സസ്യത്തിനെ നോക്കിയാൽ, അതിൻ്റെ ഒരു 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 നാട്ടിലുള്ള സസ്യങ്ങളുടെ പ്രൊഫൈൽ നോക്കിയാൽ ഒക്കെ നമുക്കതിൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഗതികൾ കണ്ടെത്താൻ കഴിയും. അത് ചിലത് നമ്മൾ ആശ്ചര്യപ്പെടുത്തും, ചിലത് നമ്മൾ കൗതുകപ്പെടുത്തും, ചില ആളുകൾ ചിലത് നമുക്ക് വളരെ ഇത് സിമ്പിളാണല്ലോ എന്ന് തോന്നും. പക്ഷെ ഇത്രയും വളരെ വിപുലമായിട്ടുള്ള ഒരു നേച്ചറിനെ യഥാർത്ഥത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി അതിന് വികൃതമാക്കുന്ന പല സംഗതികളാണ്. പലപ്പോഴും നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ നേച്ചറിനെ പാടെ മാറ്റി വെച്ചിട്ട് ഒരു ഫോറിൻ സാധനത്തിനെ കൊണ്ടിങ്ങനെ വെക്കുകയാണ്. സോ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫോറിൻ സാധനം ഒരിക്കലും ഇതുമായി ലയിച്ചു ചേരില്ല. എപ്പോഴും അവിടെയുള്ള ആവാസ വ്യവസ്ഥയിലുള്ള ജീവജാലങ്ങളും മണ്ണും ചെടികളും മനുഷ്യനും ഒപ്പം ഈ ഇൻഫ്രാസ്ട്രക്ചറും, അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു പൂർണ്ണത വരുന്നത്. ആസ് എ ഒരു ആർക്കിടെക്റ്റ് ഞാൻ പറയുന്നത് ഒരു പ്രകൃതിക്ക് പിന്നിലൊരു ആർക്കിടെക്റ്റ് ഉണ്ട്. സോ ആ ആർക്കിടെക്റ്റിൻ്റെ ആ ഒരു ശൈലിയെ കൂടി നമ്മൾ മനസ്സിലാക്കുകയും അതിനെ തന്നെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കും ഇതുപോലെയുള്ള പരിസ്ഥിതിയെ പോലെ തന്നെ ന്യൂനത ഇല്ലാത്ത ചില സ്പേസുകൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. എപ്പോഴും അത് പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും.